അങ്ങനെ ഓരോരുത്തരായി നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാർസ് എല്ലാരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഷോ ഒന്ന് പൊളപ്പനാക്കണ്ടേ? ആക്കണോ? എന്നാൽ എന്തൊരു ഷോവും പൊളപ്പനാക്കാൻ നമ്മളുടെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്. ആ ഒറ്റമൂലിയുടെ പേരെന്താണ്? സുരാജ് വെഞ്ഞാറമൂട് is in the house. കാക്കനോട്ടം നീട്ടിയുണ്ട് കരളുകൊത്തിയ പെണ്ണ്. കൈരളി അറേബ്യയുടെ മെഗാ ലോഞ്ച് പരിപാടിയിലേക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട സുരാജ് ഏട്ടന് സ്വാഗതം. തീർച്ചയായിട്ടും 4ാമത്തെ ചാനലാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ. ഈ അവസരത്തിൽ ചേട്ടൻ എന്താണ് ഇവിടെ പറയാനുള്ളത്? ആദ്യമേ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്റ്റേജുകൾ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അബുദാബിയിൽ ഇത്രയും ഒരു ജനസമൂഹത്തെ കാണുന്ന ആദ്യ വേദിയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന വളരെ നേരത്തെ തന്നെ എത്തിയ എൻ്റെ എല്ലാ രക്തബന്ധുക്കൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു, നമസ്കാരം അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുള്ളത് മലയാളികളുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള 2 വാക്കുകളാണ്. ഒന്ന് കൈരളിയും ഒന്ന് അറേബ്യയും. 2 ഭാഷകൾ, 2 സംസ്കാരങ്ങൾ. ഇതിൻ്റെ ഈ കൂടിച്ചേരൽ, ഈ സംഗമവേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. സന്തോഷത്തിൽ ഒതുക്കാൻ പറ്റൂല സുരാജ് ഏട്ടാ. പിന്നെ സുരാജ് ഏട്ടൻ നാഷണൽ അവാർഡ് ഒക്കെ ജയിച്ചു, അമേസിംഗ് ആക്ടർ ആണ്. പക്ഷെ ആ മിമിക്രിക്കാരനെ ഞങ്ങൾക്ക് വേണം ഈ സ്റ്റേജിൽ പ്ലീസ്. അത് പിന്നീട് വേണോ ഇപ്പൊ വേണോ? ഇപ്പൊ പ്ലീസ്. വേണമെങ്കിൽ നല്ലൊരു കയ്യടി. ഓക്കെ, ശരി, ഇപ്പൊ തന്നെ അത് അവതരിപ്പിച്ചേക്കാം. എന്റെ റിക്വസ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെയാണല്ലോ ചിലപ്പോൾ വരാറ്. അപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് 2-3 പറയാം. ശരി, പെട്ടെന്ന് അയ്യോ ഓക്കെ. കുറെ പൊളിറ്റീഷ്യൻസ് ഒക്കെ എത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം എത്തിയത് SNDPയുടെ എല്ലാമായ വെള്ളാപ്പള്ളി നടേശൻ സർ. ഓക്കെ, വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. കാരണം TV-യുടെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം ക്ലിയർ ആവത്തില്ല, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ? റെഡി? വെള്ളാപ്പള്ളി നടേശൻ. അതായത് SNDP ശാഖയോഗം ശ്രീ ധർമ്മപരിവാര ഇപ്പോൾ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന്. അപ്പോൾ അതിൽ ഏതാണ് ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കും അത് ഏത് ജാതിയോ അത് സുരാജേട്ടാ, ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് സിഗരറ്റ് സ്മോക്കിംഗ് വളരെ മോശമാണ്. പക്ഷെ നമ്മൾ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തിയാൽ തുടങ്ങും സിഗരറ്റ് വലിക്കരുത് എന്നുള്ള പരസ്യം. ശരിക്കും സിഗരറ്റ് വലിക്കരുത്, ഹുക്ക് ഉപയോഗിക്കരുത്, ചൂടുവെള്ളത്തിൽ കുളിക്കരുത് എന്ന് പറയുന്ന ആ പരസ്യം, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭാര്യമാര് പ്രത്യേകിച്ച് തന്നെ പറയും, യോ ഒന്ന് ഇറങ്ങിപ്പോ, ഇറങ്ങി പോകുന്ന കണ്ടില്ലേ, ഇത് ശ്രദ്ധിച്ചോ, ഇത് ഒരിക്കലും വലിക്കരുത്, കണ്ട സ്പോഞ്ചൊക്കെ കാണിച്ചത്. ആ പരസ്യത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് ശരിക്കും അതിന് ശബ്ദം കൊടുത്തത് പഴയ എല്ലാ ആൾക്കാർക്കും അറിയാം. ആകാശവാണിയിൽ, ഡൽഹി ആകാശവാണി എന്ന് വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഗോപൻ ചേട്ടൻ്റെതാണ് ആ ശബ്ദം. പഴയകാല വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ശബ്ദം ഇപ്രകാരമാണ്. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ഇപ്പോൾ ആ പരസ്യം കേൾക്കുമ്പോൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ശരാശരി ഒരു പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ ഏകദേശം ഇത്രത്തോളം കറകൾ അടിഞ്ഞുകൂടാം. അത് പുറത്തെടുത്താൽ നിങ്ങളൊരു രോഗിയായി മാറും. ഇപ്പോൾ നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ മിക്ക ആൾക്കാരും ഇത് ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ ആ പരസ്യം പെട്ടെന്ന് സർക്കാരെടുത്ത് മാറ്റി. ഇപ്പോൾ പുതിയ വോയിസാണ് വരുന്നത്, അല്ലെങ്കിൽ പുതിയ പരസ്യമാണ് വരുന്നത്. വോയിസ് ഇത് തന്നെയാണ്, ശ്രദ്ധിക്കാം. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക, എന്താരുമൊന്നും പ്രതികരിക്കാത്തത്? സിഗരറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും. പൊട്ടിയ പടങ്ങളാണ് ഒരുപക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ ഈ പരസ്യത്തിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി.
എൻ്റെ ചിത്രങ്ങൾക്കാണ് കൂടുതലും കയ്യടി. ഏത് ജാതിയോ അത് സുരാജേട്ടാ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് സിഗരറ്റ് സ്മോക്കിംഗ് വളരെ മോശമാണ്. പക്ഷെ നമ്മൾ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തിയാൽ തുടങ്ങും സിഗരറ്റ് വലിക്കരുത് എന്നുള്ള പരസ്യം. ശരിക്കും സിഗരറ്റ് വലിക്കരുത്, ഹുക്ക് ഉപയോഗിക്കരുത്, ചൂടുവെള്ളത്തിൽ കുളിക്കരുത് എന്ന് പറയുന്ന ആ പരസ്യം, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭാര്യമാര് പ്രത്യേകിച്ച് തന്നെ പറയും, യോ ഒന്ന് ഇറങ്ങിപ്പോ, ഇറങ്ങി പോകുന്ന കണ്ടില്ലേ, ഇത് ശ്രദ്ധിച്ചോ, ഇത് ഒരിക്കലും വലിക്കരുത്, കണ്ട സ്പോഞ്ചൊക്കെ കാണിച്ചത്. ആ പരസ്യത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് ശരിക്കും അതിന് ശബ്ദം കൊടുത്തത് പഴയ എല്ലാ ആൾക്കാർക്കും അറിയാം. ആകാശവാണിയിൽ, ഡൽഹി ആകാശവാണി എന്ന് വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഗോപൻ ചേട്ടൻ്റെതാണ് ആ ശബ്ദം. പഴയകാല വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ശബ്ദം ഇപ്രകാരമാണ്. ആകാശവാണി വാർത്തകൾ ലിമിറ്റഡിന്റെ ഈ അവസരത്തിൽ ചേട്ടൻ എന്താണ് ഇവിടെ പറയാനുള്ളത്? ആദ്യമേ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്റ്റേജുകൾ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അബുദാബിയിൽ ഇത്രയും ഒരു ജനസമൂഹത്തെ കാണുന്ന ആദ്യ വേദിയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന വളരെ നേരത്തെ തന്നെ എത്തിയ എൻ്റെ എല്ലാ രക്തബന്ധുക്കൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു, നമസ്കാരം അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുള്ളത് മലയാളികളുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള രണ്ട് വാക്കുകളാണ്, ഒന്ന് കൈരളിയും ഒന്ന് അറേബ്യയും. അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. കാരണം ടി വിയുടെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാം ക്ലിയർ ആവത്തില്ല. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ? റെഡി? വെള്ളാപ്പള്ളി നടേശൻ. അതായത് SNDP ശാഖയോഗം ശ്രീ ധർമ്മപരിവാര ഇപ്പോൾ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന്. അപ്പോൾ അതിൽ ഏതാണ് ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കും. അത് രണ്ട് ഭാഷകൾ, രണ്ട് സംസ്കാരങ്ങൾ, ഇതിൻ്റെ ഈ കൂടിച്ചേരൽ, ഈ സംഗമവേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. സന്തോഷത്തിൽ ഒതുക്കാൻ പറ്റൂല സുരാജേട്ടാ. പിന്നെ സുരാജേട്ടൻ നാഷണൽ അവാർഡ് ഒക്കെ ജയിച്ചു, അമേസിംഗ് ആക്ടർ ആണ്. പക്ഷെ ആ മിമിക്രിക്കാരനെ ഞങ്ങൾക്ക് വേണം ഈ സ്റ്റേജിൽ, പ്ലീസ്. അത് പിന്നീട് വേണോ ഇപ്പൊ വേണോ? ഇപ്പൊ പ്ലീസ്. വേണമെങ്കിൽ നല്ലൊരു കയ്യടി. ഓക്കെ, ശരി, ഇപ്പൊ തന്നെ അത് അവതരിപ്പിച്ചേക്കാം. എന്റെ റിക്വസ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെയാണല്ലോ ചിലപ്പോൾ വരാറ്. അപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് 2-3 പറയാം. ശരി, പെട്ടെന്ന് ഇഷ്ടമുള്ളത് പറഞ്ഞു. അയ്യോ ഓക്കെ, കുറെ പൊളിറ്റീഷ്യൻസ് ഒക്കെ എത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം എത്തിയത് SNDPയുടെ എല്ലാമായ വെള്ളാപ്പള്ളി നടേശൻ സർ. ഓക്കെ, വെള്ളാപ്പള്ളി നടേശൻ സാറിന് ഇങ്ങനെ ഓരോരുത്തരായി നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാർസ് എല്ലാരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഷോ ഒന്ന് പൊളപ്പനാക്കണ്ടേ? ആക്കണോ? എന്നാൽ എന്തൊരു ഷോവും പൊളപ്പനാക്കാൻ നമ്മളുടെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്. ആ ഒറ്റമൂലിയുടെ പേരെന്താണ്? സുരാജ് വെഞ്ഞാറമൂട് is in the house. കാക്കനോട്ടം നീട്ടിയുണ്ട് കരളുകൊത്തിയ പെണ്ണ്. കൈരളി അറേബ്യയുടെ മെഗാ ലോഞ്ച് പരിപാടിയിലേക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട സുരാജേട്ടന് സ്വാഗതം. തീർച്ചയായിട്ടും 4ാമത്തെ ചാനലാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ്.